ഹലോ ഹലോ കാരൻ, കേൾക്കാമോ? ഹലോ 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 കാരൻ, ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അവിടെയോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരൻ നാളെ ഫ്രീ ആണോ? എന്ത് കാര്യം? അത് നേരിട്ട് കാണുമ്പോൾ പറഞ്ഞാൽ മതിയോ, വിരോധമില്ലെങ്കിൽ? എവിടെയാ വരണ്ടേ? സെയിം, നമ്മള് ആദ്യമായിട്ടും അവസാനമായിട്ടും മീറ്റ് ചെയ്ത് അതേ സ്ഥലത്ത് വെച്ച്. ഓക്കെ ഓക്കെ, അപ്പോൾ നാളെ കാണാം. കാരൻ, അവിടെ ലൈറ്റപ്പ് സെറ്റ് ചെയ്ത് തീരാറായി. അന്വേഷിക്കുന്നുണ്ടേ. ഓക്കെ. ചേട്ടാ, ഡാഷ്ബോർഡിൽ പ്രോപ്പർട്ടിയോ? അതൊക്കെ സെറ്റ് ചെയ്യാം. എടുത്തിട്ട് വാ. ഹലോ. ഇല്ല, ഞാൻ കോള് കണ്ടില്ലായിരുന്നു. ഞാൻ ഷൂട്ടിലായിരുന്നു. ഇല്ല, കഴിയുമ്പോൾ ലേറ്റ് ആവും. ഞാൻ വിളിക്കാവേ. അടുത്തത് ഈ സീൻ വരും. ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേ. ഇതൊന്ന് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ട് പറഞ്ഞാൽ മതി. മതി, നാച്ചുറൽ ആയിട്ട് മതി. പ്രോംപ്റ്റിംഗ് ഇല്ല. ഞാനെന്താ എൻ്റെ വെയിറ്ററാ. ഇവൻ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? എടാ, നിന്നോട് ഞാൻ കോസ്റ്റ്യൂം മാറാൻ പറഞ്ഞതാണോ? നായിക വന്നോളൂ. വന്നിട്ടല്ല, നീ പോയേ. കാരൻ, ചേട്ടാ നോക്കിയായിരുന്നോ? ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ. നമ്മുടെ ഇതിൽ ജസ്റ്റ് ഒരു കുഞ്ഞ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടേ. അതിൽ എന്താ പറയാ, ചെറിയൊരു ലിപ് ലോക്ക്. ലിപ് ലോക്കോ? ലിപ് ലോക്ക് ഒന്നും പറ്റില്ല ചേട്ടാ. ഞാൻ ആദ്യമേ പറഞ്ഞ ലിപ് ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല, നമുക്കിതൊന്ന് വൈറലാക്കാൻ വേണ്ടി. വയറിലൊക്കെ വേറെ വല്ല വഴി നോക്കി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ലിപ് ലോക്ക് പറ്റില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ ചേട്ടാ, എന്നെ വിട്ടാൽ എനിക്ക്. ഓക്കെ. നമുക്ക് ജസ്റ്റ് കവളത്തോ നെറ്റിയിലൊക്കെ കൊടുക്കാമല്ലോ. പ്ലീസ്, നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ. ഒരെണ്ണം ഒരെണ്ണം മതി, കൂടുതലൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരെണ്ണം നമുക്ക് അത് 2 സെക്കൻഡ് ഫ്രഞ്ച് ആക്കാൻ പറ്റും. ഫ്രഞ്ച് ലിപ് ലോക്കൊക്കെ ഒന്നുമില്ല. ഇത് പിടിച്ച് ഞാൻ വെറുതെ വിളിക്കുമ്പോൾ ഈ പരിപാടി ഇഷ്ടമുള്ള കൊടുത്തു. എവിടെയാന്ന് വെച്ചാൽ കൊടുത്തു. എനിക്കൊരു പ്രശ്നമില്ല. എവിടെയാന്ന് വെച്ചാൽ കൊടുത്തു. വേഗം. ഇല്ല, സമയം പോണം. അതുകൊണ്ടാണ്. എടാ, ആർട്ടിസ്റ്റിനെ കയറ്റി ഫ്രെയിം സെറ്റ് ചെയ്തേ. സമയം പോണം. ഒന്ന് പെട്ടെന്നാ ഓർഡറാ. ഇവിടെ ഒരു ചായ ഉണ്ടായിരുന്നു. ഈശ്വര, കണ്ടന്റ് വൈറലാക്കണം. 1 മില്യൺ അടിക്കണം. ഒരു ഫ്രഞ്ച് പോലും ഇല്ലാതെ ഞാനിതെങ്ങനെ വൈറലാക്കും? ഒന്ന് സമ്മതിച്ചൂടെ ഈ സാധനത്തിന്? ഐശ്വര്യ റായെന്നാണ് വിചാരം. ചേട്ടാ, ഈ കുതിര നമുക്ക് കാറിന്റെ ഫ്രണ്ട് വെച്ചാലോ? ഡാഷ്ബോർഡിൽ. കുതിര? ഡാഷ്ബോർഡിൽ കൊള്ളത്തില്ല. എന്റെ പൊന്നു മോനെ. എടാ, ഒരു കുഞ്ഞു സാധനം മതി. ചെറിയൊരു പൂച്ചട്ടി എടുത്താലോ? ചെല്. എൻ്റെ പേര് കാരൻ. ഞാനൊരു ഷോർട്ട് ഫിലിം ആക്ടറാണ്. എൻ്റെ മിക്ക ഫ്രണ്ട്സ് എല്ലാവരും റിലേഷൻഷിപ്പിലാകുന്ന സമയത്തും ഞാനോർത്തു എനിക്ക് ഒരാളോടും പ്രണയം തോന്നില്ല. പക്ഷെ ഇപ്പോൾ ഈവൻ ഐ എം സർപ്രൈസ്ഡ് ബിക്കോസ് ഐ എം ഇൻ ലവ്. കൈലാസ് ദാസ്. യെസ്, ഐ എം മാഡ്ലി ഇൻ ലവ് വിത്ത് ദിസ് ഗായ്. സെന്റർ ഫിഷ് വേണോ? എന്തിന്? ലിപ് ലോക്ക് സീനൊക്കെ ഉള്ളതല്ലേ? ഒന്ന് പോയാർക്കാ. എന്നാലും ഡയറക്ടർ കൈലാസിനോട് നിനക്ക് ക്രഷ്? കൈലാസിനോട് അല്ലേ? കൊള്ളാം. എടാ, ക്രഷ് അല്ല. പിന്നെ? ഐ തിങ്ക് ഐ എം ഇൻ ലവ്. ഓ, ലവ്. എത്ര നാളായി ലവ് തുടങ്ങിയിട്ട് ചേച്ചിക്ക്? ഒരു 2 years. 2 years. എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്?
എടാ ആക്ച്വലി ആദ്യമൊക്കെ ഒരു നോർമൽ ഇൻഫാക്ച്വേഷൻ എനിക്ക് തോന്നി പുള്ളിയുടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടപ്പോൾ. തോന്നും നോർമലി എല്ലാവർക്കും തോന്നണ പോലെ. തോന്നണമല്ലോ. പക്ഷേ ഇറ്റ്സ് ബീൻ 2 years. I don't think it's just an infatuation. ഓഹോ. I think I'm in love with him. എടി നിനക്ക് അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ. ഇത്ര നാളായില്ലേ? 2 വർഷമായി. എടാ അങ്ങനെ ചോദിച്ചാ എനിക്കും അറിയില്ല. പിന്നെ നമ്മൾ കമ്പനിയായിട്ട് ഒരു 3 months അല്ലേ ആവുന്നുള്ളൂ. പിന്നെ ഷോണായിട്ട് റിലേഷൻഷിപ്പ് ആയിരുന്ന ടൈമിൽ എനിക്ക് കിട്ടിയ ട്രോമ, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഞാനെടുത്ത എഫേർട്ട്, ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഇനിയൊരു ട്രോമ കൂടെ എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം തോന്നുന്നു ഇഷ്ടം പറയാതിരുന്നിട്ടും കാര്യമില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ. അതെ അതെ അതെ, പ്രത്യേകിച്ച് ഈ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയോ, കൈലാസ് കമ്മിറ്റഡാ. കാര്യമായിട്ടും 6 മാസമായി. അവൻ്റെ കോളേജിൽ പഠിച്ചൊരു കൊച്ചുമായിട്ടാ എന്നാ ഞാൻ കേട്ടെ. ഹലോ, നിനക്കെന്ത് പറ്റി? നിന്റെ മോൻ എന്താ മാറിയത്? കാരൻ, ഹലോ, നീ ഓക്കെ അല്ലേ? എടാ ഞാൻ നിന്നെ വിളിക്കാം. I'll see you later. അല്ല എടി, അമ്മ ഞാൻ ഷൂട്ടില്ല, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, കാരൻ. പ്രിൻസാണ്. നാളെ ഫ്രീ ആയിരിക്കുമോ? നമ്മുടെ ആ പാച്ച് ഒന്ന് തീർക്കാൻ വേണ്ടിയാ. ചേട്ടാ ഞാൻ ഈ ആഴ്ച വർക്കൊന്നും എടുക്കണില്ല. ആണോ? ഓ, എങ്ങനെയാ നെക്സ്റ്റ് വീക്ക് ആണെങ്കിലോ? അതിൻ്റെ അടുത്ത ആഴ്ച നമുക്ക് റിലീസ് ചെയ്യണേ. ചേട്ടാ നെക്സ്റ്റ് വീക്ക് ഞാൻ പറയാം. ഒന്ന് നോക്കാവോ? നമുക്കതൊന്ന് എത്രയും പെട്ടെന്ന് അത് തീർക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ ഓക്കെ. ഹലോ, എവിടെ ആയിരുന്നു ചേച്ചി ഇത്രയും ദിവസം? ഞാൻ ഫോൺ വിളിച്ചായിരുന്നു പറയാം. നമ്മൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഫോൺ എടുക്കത്തില്ലല്ലോ. എടാ എനിക്ക് കൈലാസൊന്ന് നേരിട്ട് മീറ്റ് ചെയ്യണം. എന്തിന്? എനിക്കെൻ്റെ ഫീലിങ്സ് അവനോട് പറയണം. എടാ ഇതിങ്ങനെ മനസ്സിലിട്ട് മൂടാൻ എനിക്ക് പറ്റണില്ല. എടി അവൻ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞേ. എനിക്കറിയാം ഫെലിക്സേ, പക്ഷെ ഐ നീഡ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് മൈ സിസ്റ്റം. നീ എന്താ പറയുന്നത്? നീ നിന്റെ ഫീലിങ്സ് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് റിലീഫ് കിട്ടുമെന്നാണോ? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഗോ ഹെഡ്.
എനിക്കങ്ങനെ തൻ്റെ കല്യാണത്തിന് വരാതിരിക്കാൻ പറ്റൂ. ചെറിയൊരു സർപ്രൈസ് വരാമെന്ന് കരുതി. ഹലോ ഹലോ, ആരാ? ഞാൻ കാരനാണ് സംസാരിക്കുന്നത്. കാരൻ ജോർജ്. ആ ഓക്കെ മനസ്സിലായി. ഞാൻ അയാളുടെ ഷോർട്ട് ഫിലിംസൊക്കെ കണ്ടിട്ടുണ്ട്. താങ്ക് യു. നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീ ആണ്. എന്താ പറ്റിയേ? നാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ, ഷോർട്ട് ഫിലിം റിലേറ്റഡ് എന്തെങ്കിലും ആണോ? അത് നേരിട്ട് കണ്ട് പറഞ്ഞാൽ മതിയോ? ഓക്കെ ഓക്കെ, ശരി, നാളെ കാണാം. അല്ല, കുറേ നേരമായി നടക്കുന്നു. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. എനിക്ക് കൈലാസിനെ ഇഷ്ടമാണ്. ഇത്രയും സീരിയസ് ലുക്ക് മതിയോ? ജസ്റ്റിൻ, എവിടെ വിളിക്ക്. കഴിഞ്ഞ ദിവസം ഒരു പ്രാങ്ക് ആയിരുന്നു പറഞ്ഞപ്പോൾ ഇത്രയും വലിയ പ്രാങ്ക് ആയിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. പക്ഷെ അവനറിയാത്ത വേറൊരു കാര്യമുണ്ട്. ഇതിനപ്പുറത്തെ പ്രാങ്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമിൽ. എവിടെ വിളിക്ക്. ഇവിടെ ഞാൻ വിളിച്ചിട്ടുണ്ടോ? കൈലാസ്, ദിസ് ഇസ് നോട്ട് എ പ്രാങ്ക്. കഴിഞ്ഞ 2 വർഷമായിട്ട് താനറിയാതെ തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്. ഈശ്വര, അത് പിന്നെ കാരൻ, ഞാൻ ഓൾറെഡി എനിക്കറിയാം താൻ കമ്മിറ്റഡ് ആണ്. ഇത്ര നാൾ മനസ്സിൽ കൊണ്ടുവരുന്നപ്പം നേരിട്ടൊന്ന് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ. താനെന്ന് പറയുന്നതുകൊണ്ട് തനിക്കൊരു റിലീഫ് ആവുന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സായിട്ടിരിക്കാം. സോറി, എനിക്ക് തന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ. ഞാൻ കൈലാസിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? എനിക്കറിയാം അങ്ങനെ ചോദിക്കുമ്പം ഫ്യൂച്ചറിൽ കൈലാസിൻ്റെ ബ്രേക്കപ്പ് ആവാൻ ചാൻസ് ഉള്ള പോലെയാണ്. കാരൻ, ഞാൻ എന്തായാലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയില്ല. അത് ശരിയല്ല. തനിക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടൂടോ. അപ്പോൾ ഓർത്തിരിക്കാതെ ഇതൊക്കെ ഒരു തമാശയായിരിക്കും. So, 2 years. Yeah, 2 years. പിന്നെ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ലൈഫ്? Life's been pretty good, actually. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നു. ബൈ ദ വേ, കൈലാസ് റീസെൻ്റ്ലി ഒരു മൂവി ചെയ്തില്ലേ? ഒരു 6 മാസം മുമ്പ് വരെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഒരു പോയിന്റിൽ ഈ സിനിമയൊക്കെ നിർത്തിയാലോ എന്ന് ഒരാലോചിച്ചു. പിന്നെ റീസെൻ്റ്ലി ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, സെലക്റ്റായി, ഒരു പടം ചെയ്തു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായ ശരിക്കുള്ള സ്ട്രഗ്ലിംഗ് ഫേസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്ന്. എനിവേ, കൺഗ്രാറ്റ്സ്. അറിഞ്ഞപ്പോൾ തന്നെ വിഷസ് അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഹൗസ് യു പാർട്ട്ണർ? സുഖമായിട്ടിരിക്കുന്നു? ആക്ച്വലി വി ആർ നോട്ട് ടുഗദർ എനിമോർ. എന്ത് പറ്റി? പേഴ്സണാണെങ്കിൽ പറയണ്ട, ഇറ്റ്സ് ഓക്കെ. ഏയ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ തന്നെയാണ്. ആദ്യമൊക്കെ എൻ്റെ ആക്ടിങ് ക്രേസൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ഇൻകമൊന്നും ഇല്ലാണ്ടായപ്പോൾ പിന്നെ കുറേ കുത്തുവാക്കുകൾ, ആർഗ്യുമെൻറ്റ്സ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മെൻ്റലി ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസായി. ഇതൊന്നും ആരുടെയും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി.
മനുഷ്യന്മാരല്ലേ, എല്ലാവരും എല്ലായ്പ്പോഴും ഒരേപോലെ ഇരിക്കണമെന്നില്ലല്ലോ. ഐ എം സോറി. നമുക്കിവിടെ ഇരുന്നാലോ? എന്താ കാണണമെന്ന് പറഞ്ഞത്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഐ വാസ് റിയലി തിങ്കിങ് അബൌട്ട് യു. അബൌട്ട് മീ? എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴാണ് എൻ്റെ ലൈഫിലെ 3 വർഷം വേസ്റ്റ് ആയത് ഞാൻ തിരിച്ചറിഞ്ഞത്. കാരണം എന്നെ ഞാൻ പോലും അറിയാണ്ട് 2 വർഷം സ്നേഹിച്ചതല്ലേ. നിന്റെ അവസ്ഥ എനിക്കിപ്പോൾ മനസ്സിലാവും. ഏയ് അതൊന്നും സാരമില്ല. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഐ റിയലി സ്റ്റാർട്ടഡ് ലൈക്കിങ് യു. കാരണം ഇപ്പോഴും എന്നോട് ഇഷ്ടമുണ്ടോ? എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ പഴയ കാര്യം ഓർമ്മ വരുന്നേ. ഒരു 2 ദിവസം എടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഏയ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. You know, there was a time I was crazy about you. പക്ഷെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും? ആക്ച്വലി കഴിഞ്ഞ 2 വർഷം ജീവിതം എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ ഞാൻ ഏറ്റവും ആദ്യം പഠിച്ച കാര്യമാണ് ഹൗ ടു ലവ് മൈസെൽഫ്. ഇപ്പം എനിക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് മോർ ദാൻ എനിത്തിങ് എനിക്കെൻ്റെ കരിയറിൽ വളരണം. അത് മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക് പ്രയോറിറ്റി. സോ ഒരു റിലേഷൻഷിപ്പിന് ഞാൻ റെഡിയല്ല. ഞാനിങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞതിന് സോറി. ദാറ്റ്സ് ഓക്കെ. കുറച്ച് വിഷമമുണ്ട്, എന്നാലും തനിക്കിത്ര ഇമോഷണൽ മെച്യൂരിറ്റി വന്നതിൽ സന്തോഷം. കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം. ഓ സോറി, നിനക്കെന്നെ ഫ്രണ്ടായിട്ടും കാണാൻ പറ്റില്ലല്ലോ. അതന്നല്ലേ. ഇപ്പോൾ ഫ്രണ്ടായിട്ടിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നോ ഇഷ്യൂസ്. ശരിക്കും? യാ, ഫ്രണ്ടായിട്ടിരിക്കുന്നതിന് എന്താ കുഴപ്പം? നൈസ്. നമുക്കെന്നൊന്ന് നടന്നാലോ? എന്നിട്ടൊരു ചായ കുടിച്ച് പിരിയാം. ആക്ച്വലി എനിക്കിപ്പോൾ നടക്കാനല്ല, ഇവിടെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ഒറ്റയ്ക്ക്. നമുക്ക് പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യാം. അപ്പം നടക്കാലോ. അപ്പോൾ ശരി. ജീവിതം ഒരു അത്ഭുതം തന്നെയാണ്. തുടക്കത്തിൽ നമ്മളെ വേദനിപ്പിച്ച വേദനയൊക്കെ പിന്നീട് വെറൊരു തമാശ പോലെ കാണാൻ നമ്മളെ ജീവിതം പഠിപ്പിക്കും. അതെ, ഞാനിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്. റൈറ്റ് നൗ ഐ എം ലവിങ് മൈസെൽഫ്.